ഇന്ന് ഞങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ മധുരയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. നാഗർകോയിൽ കന്യാകുമാരി റൂട്ടിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. രാവിലെ തിരക്കിട്ട് ഇറങ്ങിയോണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 2 ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. പോകുന്ന വഴിക്ക് ഒരു പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. 101 രൂപയാണ് ഇവിടെ പെട്രോളിന് വില വരുന്നത്. നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ 6 രൂപ കുറവാണ്. അടുത്ത് കണ്ടൊരു ചായക്കട കയറി ചായയും കുടിച്ചു. കൊള്ളാം, നല്ല ചായയായിരുന്നു. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കൂട്ടിയിട്ടേക്കുന്നത് കാണാം. അതിൻ്റെയൊക്കെ പുറകിലായിട്ടൊരു കുന്നിന്റെ മുകളിൽ വലിയൊരു ആടിന്റെ പ്രതിമയും കാണാം. വിശക്കാൻ തുടങ്ങിയപ്പോൾ റോഡ് സൈഡിൽ കണ്ടൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഓരോ പൊങ്കലാണ് ഓർഡർ ചെയ്തത്. തമിഴ്നാട് ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പൊങ്കൽ. നാഗർകോവിലേക്ക് ഇനി ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തമിഴ്നാട്ടിൽ നല്ല രീതിക്ക് കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശങ്ങളിൽ ഒരുപാട് വിൻഡ് മിൽസ് എല്ലാം ഉണ്ട്. ചില കാറ്റാടികളൊന്നും വർക്ക് ചെയ്യുന്നില്ല, അടിച്ചുപോയെന്നത് ഒന്ന്. അങ്ങനെ കുറച്ച് കടലിലൊക്കെ കയറി ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഈ ഹോട്ടലിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞങ്ങൾ വേറെ റൂട്ടിലേക്ക് തിരിച്ചു. ഈ 2 ദിവസം കുറച്ച് തിരക്കിട്ട ജോലികളായിരുന്നു. 2 ദിവസം കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തു. അടുത്ത് ഞങ്ങൾ പോകുന്നത് തൂത്തുക്കുടി ഭാഗത്തേക്കാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ഈ കാണുന്ന ഹോട്ടലിലേക്കാണ്. ഈ കാണുന്ന ഹോട്ടൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നല്ല അഫോർഡബിൾ ആയ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജോലി തിരക്ക് കാരണം ഒരുപാട് വീഡിയോസ് ഒന്നും ഇപ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല. ജോലി മുഖ്യം പികില എന്നാണല്ലോ പണ്ടാരോ പറഞ്ഞിട്ടുള്ളത്. തൂത്തുക്കുടിയിലെ ഉപ്പുപാടങ്ങളുടെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.